എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഹൃദയഭാഗത്തേക്കാണ്. ആരാണ് ശരിക്കും നമ്മുടെ രാജ്യം ഓടിക്കുന്നത്? ആ അധികാരത്തിന്റെ ഘടന എന്താണ്? വാ, നമുക്കിത് സിമ്പിളായിട്ടൊന്ന് പൊളിച്ചെടുക്ക് നോക്കാം. അപ്പോൾ ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് ഇന്ത്യയുടെ തലവൻ രാഷ്ട്രപതിയാണെന്ന്, അല്ലേ? പക്ഷേ TV തുറന്നാലും പത്രം നോക്കിയാലും എപ്പോഴും കാണുന്നത് പ്രധാനമന്ത്രിയെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു കൺഫ്യൂഷൻ വരും. ശരിക്കും ആരാണ് ഈ രാജ്യം ഭരിക്കുന്നത്? ആരുടെ കയ്യിലാണ് യഥാർത്ഥ പവർ? അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിൽ യഥാർത്ഥ എക്സിക്യൂട്ടീവ് പവർ, അതായത് ഭരണപരമായ അധികാരം, അത് പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ടീമായ മന്ത്രിസഭയുടെയും കയ്യിലാണ്. രാഷ്ട്രപതി രാജ്യത്തിന്റെ തലവനാണ്, ശരി തന്നെ. പക്ഷേ ഗവൺമെന്റിന്റെ തലവൻ അല്ലെങ്കിൽ യഥാർത്ഥ ഭരണാധികാരി അത് പ്രധാനമന്ത്രിയാണ്. വാ, ഈ ഒരു പവർ സ്ട്രക്ചർ നമുക്ക് കുറച്ചുകൂടി അടുത്തുനിന്ന് കാണാം. അപ്പോ ഈ പറയുന്ന അധികാര വിഭജനം എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? ഇതാരെങ്കിലും വെറുതെ തീരുമാനിച്ച ഒന്നല്ല. ഇത് നമ്മുടെ ഭരണഘടനയുടെ തന്നെ അടിസ്ഥാന ശിലകളിലൊന്നാണ്. നമുക്കതിലേക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ആർട്ടിക്കിൾ 74. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും വേണ്ടി പ്രധാനമന്ത്രി തലവനായി ഒരു മന്ത്രിസഭയുണ്ടാകുമെന്നാണ്. ഇവിടെ ഈ സഹായിക്കാനും ഉപദേശിക്കാനും എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വെറുമൊരു നിർദ്ദേശമല്ല. ഭരണഘടന അനുസരിച്ച് ഈ ഉപദേശം സ്വീകരിക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണ്. അപ്പോൾ നോക്കൂ, യഥാർത്ഥ അധികാരത്തിന്റെ താക്കോൽ അവിടെയാണിരിക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 75. രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. പക്ഷേ ആരെ നിയമിക്കണം എന്നതിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ? ഇല്ല. ലോക്സഭയിൽ ഭൂരിപക്ഷം ആർക്കാണോ ആ പാർട്ടിയുടെയോ മുന്നണിയുടെയോ നേതാവിനെയാണ് നിയമിക്കാൻ കഴിയുക. അത് കഴിഞ്ഞാലോ ബാക്കി മന്ത്രിമാരെയൊക്കെ പ്രധാനമന്ത്രിയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ നിയമിക്കാൻ പറ്റൂ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിലെ അവസാന വാക്ക് പ്രധാനമന്ത്രിയുടേതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനിലേക്ക് വരാം. പ്രധാനമന്ത്രി. ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ടീമിന്റെ സ്റ്റാർ പ്ലെയർ എന്ന് തന്നെ നമുക്ക് പ്രധാനമന്ത്രിയെ പറയാം. ഗവൺമെന്റിന്റെ ഹെഡ് എന്ന നിലയിൽ പ്രധാനമന്ത്രി ശരിക്കും ഒരു ടീം ക്യാപ്റ്റനെ പോലെയാണ്. ടീമിലെ ഓരോ കളിക്കാർക്കും പൊസിഷൻ കൊടുക്കുന്ന പോലെ മന്ത്രിമാർക്ക് ഓരോ വകുപ്പുകൾ കൊടുക്കുന്നു. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഇനി ആരെങ്കിലും നന്നായി കളിക്കുന്നില്ലെന്ന് തോന്നിയാൽ അവരെ മാറ്റാനും പിരിച്ചുവിടാനും വരെ ക്യാപ്റ്റൻ അധികാരമുണ്ട്. രാജ്യത്തിന്റെ മൊത്തം ഭരണം നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഈ ഏകോപനത്തിലാണ്. പ്രധാനമന്ത്രി വെറും ഗവൺമെന്റിന്റെ മാത്രം തലവനല്ല, ലോക്സഭയുടെയും നേതാവാണ്. പാർലമെന്റ് എന്ന ആ വലിയ വേദിയിൽ ഗവൺമെന്റിന്റെ ശബ്ദം പ്രധാനമന്ത്രിയാണ്. പുതിയ നിയമങ്ങൾ അവതരിപ്പിക്കുന്നതും രാജ്യത്തിന്റെ നയങ്ങൾ പ്രഖ്യാപിക്കുന്നതും പ്രതിപക്ഷം ചോദിക്കുന്ന കടുപ്പമേറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതും ഇതെല്ലാം അദ്ദേഹത്തിന്റെ റോളാണ്. ചുരുക്കി പറഞ്ഞാൽ, പാർലമെന്റാണ് ജനാധിപത്യത്തിന്റെ കളിത്തട്ടെങ്കിൽ ആ കളിയിലെ പ്രധാന താരം പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഈ അധികാരം മന്ത്രിസഭയിൽ മാത്രം ഒതുങ്ങുന്നുണ്ടോ? ഇല്ലേയില്ല. രാജ്യത്തെ ഏറ്റവും ടോപ്പ് പോസ്റ്റുകളിലേക്ക് ആരൊക്കെ വരണം എന്ന് തീരുമാനിക്കുന്നതിലും പ്രധാനമന്ത്രിയുടെ പങ്ക് വളരെ വലുതാണ്. ഗവർണർമാർ, സുപ്രീംകോടതി ജഡ്ജിമാർ, ഇലക്ഷൻ കമ്മീഷണർ, ലോകരാജ്യങ്ങളിലേക്കുള്ള അംബാസഡർമാർ, ഇവരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെങ്കിലും ആ സ്ഥാനത്തേക്ക് ആരെ നിയമിക്കണം എന്ന ഉപദേശം കൊടുക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, അത്രയും വലിയ അധികാരമാണത്. ഓക്കെ, നമ്മൾ സ്റ്റാർ പ്ലെയറെപ്പറ്റി സംസാരിച്ചു. പക്ഷേ ഒരു കളി ജയിക്കാൻ ഒരു സ്റ്റാർ പ്ലെയർ മാത്രം മതിയോ? പോരല്ലോ, നല്ലൊരു ടീം തന്നെ വേണം. അതാണ് മന്ത്രിസഭ. ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെല്ലാം ശരിക്കും നടപ്പിലാക്കുന്ന ആ മെഷീനറി, ആ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ മന്ത്രിസഭ എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായും 3 തട്ടുകളുണ്ട്. ഏറ്റവും മുകളില് കോർ ടീം, അതാണ് ക്യാബിനറ്റ് മന്ത്രിമാർ. രാജ്യത്തിന്റെ ഏറ്റവും വലിയ നയപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇവരാണ്. അതിന് താഴെയായിട്ട് സ്വന്തമായി ചെറിയ മന്ത്രാലയങ്ങൾ നോക്കി നടത്തുന്ന സഹമന്ത്രിമാരുണ്ട്. പിന്നെ ഈ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കാനായി മറ്റ് സഹമന്ത്രിമാരും ഉപമന്ത്രിമാരുമുണ്ടാകും. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഘടന. ഈ മന്ത്രിസഭയെ നമുക്ക് ഗവൺമെന്റിന്റെ ഒരു എഞ്ചിൻ റൂം എന്നു തന്നെ വിളിക്കാം. പാർലമെന്റിൽ ഒരു പുതിയ നിയമം കൊണ്ടുവരണോ? അത് ഈ ടീം തീരുമാനിക്കും. രാജ്യത്തിന്റെ ബജറ്റ് എങ്ങനെ വേണം? നമ്മുടെ പ്രതിരോധ, വിദേശ നയങ്ങൾ എന്തൊക്കെയായിരിക്കണം? ഇതുപോലുള്ള എല്ലാ നിർണായക കാര്യങ്ങളും ചർച്ച ചെയ്ത്, പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത് ഈ മന്ത്രിസഭയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയെയും കണ്ടു, അദ്ദേഹത്തിന്റെ ടീമിനെയും കണ്ടു. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ആർക്കാണ് ഫൈനൽ സേ? അത് മനസ്സിലാക്കാൻ നമുക്കൊരു കിടിലൻ ഉപമ ഉപയോഗിക്കാം. ഇവരുടെ ബന്ധം വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രയോഗമാണിത്. പ്രധാനമന്ത്രിയാണ് ക്യാബിനറ്റ് കമാനത്തിന്റെ ആണിക്കല്ല്. നിങ്ങളൊരു കമാനം, ഒരു ആർച്ച് കണ്ടിട്ടില്ലേ? അതിലെ ഓരോ കല്ലുകളെയും അതിന്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് ഏറ്റവും മുകളിലുള്ള ആ ഒരൊറ്റ കല്ലാണ്, ആണിക്കല്ല്. ആ കല്ലങ്ങ് എടുത്തുമാറ്റിയാൽ ആ കമാനം മുഴുവനായിട്ടും താഴെ വീഴും. അതുപോലെയാണ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം
കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഒരു വലിയ മരം പോലെയാണ്. മന്ത്രിമാർ ആ മരത്തിന്റെ ഓരോ കൊമ്പുകളാണെങ്കിൽ പ്രധാനമന്ത്രിയാണ് അതിന്റെ തായ്തടി. ആ തായ്തടിയിൽ നിന്നാണ് ഓരോ കൊമ്പിനും നിലനിൽപ്പും ശക്തിയും കിട്ടുന്നത്. പ്രധാനമന്ത്രിയുടെ സപ്പോർട്ടില്ലാതെ ഒരു മന്ത്രിക്കും ആ സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. കാരണം ഏതൊരു തീരുമാനത്തിലും അവസാന വാക്ക് എപ്പോഴും പ്രധാനമന്ത്രിയുടേതാണ്. ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്കാണ്: കൂട്ടുത്തരവാദിത്തം. അതായത് ഒരു മന്ത്രി എടുക്കുന്ന തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം ആ മന്ത്രിക്ക് മാത്രമല്ല, മന്ത്രിസഭയ്ക്ക് മുഴുവനുമാണ്. ലോക്സഭയിൽ അവർ ഒറ്റക്കെട്ടായി നിൽക്കണം. ഉദാഹരണത്തിന്, ഒരു മന്ത്രിയുടെ ഒരു നയത്തിൽ പാർലമെന്റിന് വിശ്വാസമില്ലെങ്കിൽ അത് ആ മന്ത്രിയുടെ മാത്രം പ്രശ്നമായി കാണില്ല, അത് ഗവൺമെന്റിന്റെ മുഴുവൻ പരാജയമായാണ് കണക്കാക്കുക. അതുകൊണ്ടാണ് ഒരു അവിശ്വാസ പ്രമേയം പാസ്സായാൽ ആ ഒരു മന്ത്രി മാത്രമല്ല, പ്രധാനമന്ത്രി അടക്കം സർക്കാർ മൊത്തത്തിൽ രാജിവെക്കേണ്ടി വരുന്നത്. അവരൊന്നുകിൽ ഒരുമിച്ച് നീന്തും അല്ലെങ്കിൽ ഒരുമിച്ച് മുങ്ങും. അതാണ് നിയമം. ഓക്കെ, അപ്പൊ എന്തിനാണ് ഇത്ര കോംപ്ലക്സ് ആയ ഒരു സിസ്റ്റം? ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഭരണത്തിനും ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഈ ഘടനയാണ് നമ്മുടെ ഭരണത്തിന് ഒരു സ്ഥിരത കൊടുക്കുന്നത്. കാരണം സർക്കാർ എപ്പോഴും ജനപ്രതിനിധികൾക്ക് മുന്നിൽ, അതായത് പാർലമെന്റിന് മുന്നിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള പോളിസികൾ ഉണ്ടാക്കുന്നതും വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ രാജ്യത്തെ നയിക്കുന്നതും ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതുമെല്ലാം ഈ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ചേർന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്: ഒരു രാജ്യത്തിന്റെ ഭരണത്തിന്റെ കാര്യക്ഷമത എന്നു പറയുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തെയും അദ്ദേഹത്തിന്റെ ടീമായ മന്ത്രിസഭയുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനത്തെയും ആശ്രയിച്ചിരിക്കും. അപ്പോൾ നോക്കൂ, ഇവിടെ വലിയ അധികാരവും അതേസമയം ജനങ്ങളോടുള്ള നേരിട്ടുള്ള ഉത്തരവാദിത്വവും ഒരുമിച്ച് വരികയാണ്. ഈയൊരു അതിലോലമായ ബാലൻസ് ഒരു രാജ്യത്തിന്റെ ഭാവിയെ എങ്ങനെയാണ് ശരിക്കും രൂപപ്പെടുത്തുന്നത്? ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്.